അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഇന്നു മുതൽ വരുന്ന 3 രാവുകൾ, 3 രാത്രികൾ വളരെ പ്രധാനപ്പെട്ടതാണ് പകലും. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും കാര്യങ്ങൾ അറിയാം. പക്ഷേ ഉണർത്തുക എന്നത് നല്ലതാണല്ലോ, ഓർമ്മിപ്പിക്കുക എന്നത് നല്ലതാണല്ലോ. ആ നിലയ്ക്ക് മനസ്സിലാക്കാനുള്ളത് വളരെ പ്രാധാന്യമേറിയ 3 രാവുകൾ, അതിന്റെ ശ്രേഷ്ഠതകളും അതിന്റെ ഫضലുകളും അതിന്റെ പ്രതിഫലങ്ങളും ഒരിക്കലും 5-10 മിനിറ്റുകളിലുള്ളിൽ പറഞ്ഞു തീർക്കാൻ കഴിയുന്നതല്ല. മണിക്കൂറുകൾ പറഞ്ഞാൽ തീരുന്നതല്ല. അതുകൊണ്ട് തന്നെ അതിന്റെ ശ്രേഷ്ഠതകൾ, ശ്രേഷ്ഠമായ രാവുകൾ എങ്ങനെ എന്ന് മാത്രം നാം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നത്തെ രാവ് നമുക്കെല്ലാവർക്കും അറിയാം, അറഫ രാവാണ്. അറഫ രാവ് എന്ന് പറയുമ്പോൾ പലരും വസ്തുത മനസ്സിലാക്കാതെ ചോദിക്കാം, അറഫ ഇന്നാണല്ലോ സൗദിയിൽ നടന്നത്, മക്കത്തുൽ മുക്കറമയിൽ നടന്നത്, ഹജ്ജുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ഫർള് അൽ ഹജ്ജു അറഫ നടന്നത്, പിന്നെ എന്താണ് ഇന്നലെ വൈകുന്നേരമാണല്ലോ അറഫ രാവ്, ഇന്നല്ലല്ലോ എന്നൊരു പക്ഷേ ആരെങ്കിലും ചോദിച്ചിരിക്കാം. അവർക്ക് മറുപടി പറയാനുള്ളത്, അവർക്ക് ഇന്നലെ അറഫ നടന്നു, അതുകൊണ്ട് നമുക്ക് ഇന്ന് ആവണം എന്നില്ല. ഹജ്ജ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറഫയിൽ നിൽക്കൽ നിർബന്ധമാണ്. മറ്റു നാടുകളിൽ ദുൽഹജ്ജ് 9 എന്നാണോ, ദുൽഹിജ്ജ 9 എന്നാണോ അന്നാണ് അറഫ. അത് സമയത്തിന്റെ, കാലത്തിന്റെ, ദിവസത്തിന്റെ വ്യതിയാനങ്ങളും വ്യത്യാസങ്ങളും അനുസരിച്ച് മാറി വരാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പൊ ഇന്നത്തെ രാവ് അറഫ രാവെന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ ഇത് പറയാൻ പറ്റുമോ? ഞാൻ ഈ ഇടുന്ന വോയിസ് അമേരിക്കയിലുള്ള ഒരാൾ കേട്ടാൽ ഇതെന്തായി വർത്തമാനം പറയുന്നു, ഞങ്ങൾക്ക് മഗ്രിബ് ആയില്ലല്ലോ, രാവായില്ലല്ലോ എന്ന് പറയും. കാരണം അവിടെ സുബ്ഹി ആയിട്ടുള്ളൂ, അവിടെ സുബ്ഹിയാണ്, നാളെ നോമ്പാണ്, നാളെ പകൽ നോമ്പാണെന്ന് പറഞ്ഞാൽ അമേരിക്കയിലുള്ള ഒരാൾ ചിന്തിക്കും, ഇവിടെ രാത്രിയാണല്ലോ, പിന്നെങ്ങനെയാ നോമ്പാകുന്നത് എന്ന്. അപ്പൊ ഇത് മനസ്സിലാക്കിയാൽ കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഫൈൻ ഉമ്മ അലൈക്കും, ഏത് മാസമാണെങ്കിലും ആ മാസത്തിന്റെ 29ന്റെ അന്ന് വൈകുന്നേരം പിറ കണ്ടില്ല, ആകാശം മേഘാവൃതമായി പോയി, എന്നാൽ ആ മാസം 30 അത് പിറ ഉയർന്നു നിന്നാലും ഉയർന്നു നിന്നില്ലെങ്കിലും. ചിലർ എന്നോട് ചോദിച്ചു, പിറ ഉയർന്നു നിൽക്കുകയാണല്ലോ, ഒന്നാമത്തെ നമ്മൾ 1 എന്ന് പറഞ്ഞ ആ രാവ് രണ്ടാമത്തെ പിറയാണല്ലോ എന്നൊക്കെ പറഞ്ഞു. അതെല്ലാം അത് ശരിയാണ്, കറക്റ്റാണ്. പക്ഷേ നിയമത്തിന്റെ അടിസ്ഥാനത്തിലേ പോകാൻ കഴിയുകയുള്ളൂ, അത് മാറ്റി തിരുത്താൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ ദുൽഖഅദ മാസം 29ന്റെ അന്ന് വൈകുന്നേരം പിറ ആരും കണ്ടിട്ടില്ല. അതടിസ്ഥാനത്തിൽ ദുൽഖഅദ 30 പൂർത്തിയാക്കി ദുൽഹജ്ജ് 1 ആരംഭിച്ചു. അതടിസ്ഥാനത്തിൽ നമുക്ക് അറഫ രാവാണ് ഈ രാവ്. അതുകൊണ്ട് മഹത്വമേറിയ ഈ രാവിനെ നാം ബഹുമാനിക്കണം, ആദരിക്കണം. ദുആക്ക് ഇജാബത്തുള്ള രാവാണ്. ഒരുപാട് ദിക്ർ കൊണ്ട് മുഖരിതമാകേണ്ട, ചൊല്ലേണ്ട ഒരു രാവാണ്. ആ ദിക്റുകളൊക്കെ പല യൂട്യൂബുകളിലൂടെയും അല്ലാതെയും നമ്മുടെ മൊബൈൽ പരിശോധിച്ചാൽ അതിലൊക്കെ കാണാവുന്നത് കൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. നാളെ അറഫ നോമ്പാണ്. നമുക്ക് നാളെ 9 ദുൽഹിജ്ജ 9 നാളെ. അതടിസ്ഥാനത്തിൽ നാളെ നോമ്പ് നോക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, യുകഫിറു സനത്തല്ലതി ഖബ്ലഹു ബഅദഹ വയുകഫിറു സനത്തല്ലതി ബഅദഹ, 2 വർഷത്തെ പാപങ്ങൾ പൊറുക്കുന്ന വലിയ പ്രാധാന്യമേറിയ ഇബാദത്താണ് നാളെ നോമ്പ് നോക്കൽ. അതാരും മറക്കരുത്. ഇടയത്താഴം കഴിക്കുന്ന സുന്നത്താണ്, നിയ്യത്ത് വെക്കണം, നാളെ നോമ്പായി പുലരണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. നാളെ വൈകുന്നേരത്തെ രാത്രിയോ അത് പെരുന്നാളിന്റെ രാത്രിയാണ്. പെരുന്നാളിന്റെ രാത്രി ചെറിയ പെരുന്നാളാണെങ്കിലും വലിയ പെരുന്നാളാണെങ്കിലും വളരെ വലിയ ശ്രേഷ്ഠതയുള്ള രാവാണ്. അതും ഞാൻ വിശദീകരിക്കുന്നില്ല. ആ രാവും നന്മകൾ കൊണ്ട് സിലത്തുൽ അർഹാം, കുടുംബ ബന്ധം ചേർക്കുക, പരസ്പരം സന്തോഷം പങ്കിടുക. അതുപോലെ നാളെ പ്രഭാത സമയത്ത് തക്ബീർ
ചെല്ലൽ സുന്നത്താണ്. എല്ലാ ഫർള് നിസ്കാരത്തിന്റെ ശേഷവും ഉടനെ തക്ബീർ ചെല്ലൽ പ്രത്യേകം സുന്നത്താണ്. ആ സുന്നത്തായ തക്ബീർ അയ്യാമുത്ത തശ്രീഖ് അഥവാ വെള്ളി, ശനി, ഞായറാഴ്ച അസർ വരെ തുടരും. അതും ആരും മറക്കാൻ പാടില്ല. അപ്പൊ നാളത്തെ വൈകുന്നേരത്തെ രാവ് പെരുന്നാളിന്റെ രാവാണ്. മറ്റന്നാൾ പെരുന്നാളാണ്. പെരുന്നാൾ നിസ്കാരം ഷാഫി മദ്ഹബ് പ്രകാരം സുന്നത്തും മുഅക്കദയാണ്. ഹനഫി മദ്ഹബ് പ്രകാരം വാജിബാണ്. അത് ഒഴിവാക്കാൻ പറ്റുന്നതല്ല. ആണുങ്ങൾ എല്ലാവരും പള്ളിയിൽ വന്നുകൊണ്ട് നിസ്കരിക്കണം. അതാണ് അഫ്ളൽ. ഈദ്ഗാഹിലോ അതേപോലെ എവിടെങ്കിലും ഗ്രൗണ്ടിലോ ചന്തയിലോ പോയി നിസ്കരിക്കാനല്ല വേണ്ടത്, പള്ളിയിൽ ചെയ്യലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിലൊക്കെ ഈദ്ഗാഹ് ഉപയോഗിച്ചിട്ടുണ്ട്. അതിന്റെ കാരണവും അവിടെ പറഞ്ഞിട്ടുണ്ട്. ആ കാരണമൊന്നും നമുക്കിവിടെ ബാധകമല്ല. എല്ലാ സ്ഥലങ്ങളിലും പള്ളികളും സൗകര്യങ്ങളും ഉണ്ട്. പള്ളികൾ തന്നെ ആണുങ്ങൾ വന്ന് ജമാഅത്തായി പെരുന്നാൾ നിസ്കാരം നിർവഹിക്കണം. സ്ത്രീകൾ അവരവരുടെ വീടുകളിൽ നിസ്കരിച്ചാൽ മതിയാകും. അവർ പള്ളിയിലേക്ക് വരണമെന്നില്ല. അപ്പോൾ പെരുന്നാള് അതിന്റെ അന്തസ്സോടെ അഭിമാനത്തോടെ നല്ല 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 പുതുവസ്ത്രങ്ങളൊക്കെ ധരിച്ച് അത്രയൊക്കെ പൂശി തക്ബീർ ചൊല്ലി പള്ളിയിലേക്ക് വരുന്ന ഒരന്തരീക്ഷം വളരെ പ്രാധാന്യമേറിയതാണ്. ആ പെരുന്നാൾ ദിവസത്തിൽ അയ്യാമുത്ത തശ്രീഖിൽ അനാവശ്യമായി ഒരു പ്രവർത്തനത്തിലും നാം ഇടപെടാൻ പാടില്ല. അത് കഴിഞ്ഞാൽ പിന്നെയോ മറ്റന്നാൾ വൈകുന്നേരം വെള്ളിയാഴ്ച രാവാണ്. വളരെ പ്രാധാന്യമേറിയ വെള്ളിയാഴ്ച രാവാണ്. ആ വെള്ളിയാഴ്ച രാവിലോ പകലിലോ ആരെങ്കിലും മൗത്തായാൽ അവൻ സത്യവിശ്വാസിയാണെങ്കിൽ അവന് വലിയ പ്രതിഫലമുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇങ്ങനെ വളരെ പ്രാധാന്യമേറിയ രാവുകളെ മൈൻഡ് ചെയ്യാതെ പോകരുത്. നമ്മുടെ മനോമുഖരത്തിൽ ആ ഒരു ചിന്തയും ഓർമ്മയും ഉണ്ടായി നല്ല കാര്യങ്ങളുമായി ബന്ധപ്പെടാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആരാധനകളും ഇബാദത്തുകളും ദുആകളും സ്വീകരിക്കുമാറാവട്ടെ. അദ്കാറുകൾ സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരു ലോകത്തും വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.